ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുഴച്ച് വെച്ചപ്പോൾ പൊന്നിട്ടൊന്ന് പറഞ്ഞു എനിക്ക് ചപ്പാത്തി വേണ്ട പൂരി മതിയെന്ന്. കർത്താവേ, ഇനി ഞാൻ ആ ചപ്പാത്തി മാവിന് പൂരി ആക്കണമല്ലോ എന്നോർത്തുകൊണ്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തു ഇതിൻ്റെ അത്ര ഇൻഗ്രീഡിയൻസ് എന്നാണെന്നും പിള്ളേർക്കറിയില്ലോ, പറ്റിക്കാം, നല്ല എളുപ്പമാണ്. അപ്പോൾ ഞാനങ്ങനെ ചപ്പാത്തി പരത്തി അതുപോലെ എടുത്തിട്ട് ഞാൻ പൂരിയാക്കി കുറേ ഫുള്ളായിട്ട് ഉണ്ടാക്കി കേട്ടോ. എന്നിട്ട് ബാക്കി ഞാൻ ആ എണ്ണ എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി 4ആയിട്ട് മുറിച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ പൂരികളൊക്കെ ഉണ്ടാക്കി. കുറേ പൂരികൾ ഉണ്ടാക്കി നിർത്തി എണ്ണയൊക്കെ തീർന്ന് ബാക്കിത്തെ എല്ലാം ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കി കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ വീർത്ത് വരണം. എന്താ ഒരു ഭംഗി കാണാനായിട്ട്, നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞ ചപ്പാത്തി. കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ ചപ്പാത്തി കഴിക്കണം, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് ഓർത്ത് പിള്ളേർ നോക്കിയിരിക്കുമെന്ന് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ താമസം എന്തിനാ, ഒട്ടും താമസിപ്പിക്കേണ്ട കാര്യമില്ല. ഞാനും കഴിക്കാൻ പോവാണ് കേട്ടോ. നിങ്ങളൊക്കെ കഴിച്ചോ? ഒരു പൂരി എടുത്തു, ഒരു ചപ്പാത്തി എടുത്തു. ഇതൊക്കെ കൂട്ടിൽ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ.